കരിമുകൾ എന്ന പേര് ഈ പ്രദേശത്തിന് ലഭിച്ചത് യാദൃശികമാണ്. എന്നാൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായി കാർബൺ കമ്പനിയിൽ നിന്നും ഉയരുന്ന കരിയും പുകയും ശ്വസിച്ച് ഇവിടുത്തെ ജനങ്ങൾ വീർപ്പുമുട്ടുകയാണ്. 1978 ഫിലിപ്സ് കാർബൺ ഫാക്ടറി കരിമുകളിൽ സ്ഥാപിക്കുന്നത്. ടയർ നിർമ്മാണത്തിനും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ആവശ്യമുള്ള കാർബൺ ബ്ലാക്ക് നിർമ്മിക്കുന്ന കമ്പനി പുറന്തള്ളുന്നത് സൾഫർ അടങ്ങിയ വിഷവാതകമാണെന്ന് വൈകാതെ തന്നെ നാട്ടുകാർക്ക് ബോധ്യമായി. പിന്നാലെ ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ ഇവരുടെ ജീവിതത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയതോടെ ശക്തമായ പ്രതിഷേധവുമുണ്ടായി. വാരിയെടുക്കാൻ പറ്റുന്നത്രയും കരി ഇങ്ങനെ വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് മണം, ചീമുട്ടയുടെ മണം അങ്ങനെ വരുമായിരുന്നു. അത് ഹൈഡ്രജൻ സൾഫർ എന്നൊരു വാതകത്തിൻ്റെ ഇതാണ്. സൾഫർ കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ തൊട്ടടുത്ത BPCL നിന്നും ലഭിക്കുമെങ്കിലും സൾഫർ വൻതോതിലുള്ള അസംസ്കൃത വസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് കമ്പനി പ്രവർത്തിക്കുന്നത്. CBFS കാർബൺ ബ്ലാക്ക് ഫീഡ് സ്റ്റോക്ക് ഓയിൽ എന്ന് പറയും. അത് എല്ലാ വേസ്റ്റും കൂടി ചേർന്നാണ് ഈ അവസാനം വരുന്നത്. അതാണ് ഇവരുടെ റോ മെറ്റീരിയൽ. അവിടുത്തെ വേസ്റ്റ് അസാളസ് വേസ്റ്റ് അതിനി അവിടെ നിന്ന് മാറ്റുന്നതിന് കാശ് അവിടെ നിന്ന് കിട്ടണമെന്ന് സംശയമുണ്ട്. ജനങ്ങളുടെ ജീവിതം കരിപുരണ്ടതായി മാറിയപ്പോഴും RP സഞ്ജയ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ പ്രവർത്തനത്തിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പച്ചക്കൊടി കാട്ടുകയാണെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.